നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അല്ലിക്കുട്ട? We are going to decorate Ammu's birthday decorations into the walls. അമ്മയ്ക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തത് അമ്മയുടെ ഫേവറേറ്റ് ചെടികളാണ് കേട്ടോ. ഞാൻ ബൊഗൻവില്ല വാങ്ങി കൊടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ മഴക്കാലം തുടങ്ങിയതുകൊണ്ട് അതില്ലായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതും പിന്നെ നമ്മളൊന്നും ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള കുറച്ച് ചെടികൾ മേടിച്ച് അമ്മ ഷോപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ തന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി, സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അല്ലുക്കുട്ടന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. അമ്മേനെ ഞങ്ങൾ എല്ലാം ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിനകത്തേക്ക് കഥ കടച്ചു. ഇനി വിളിച്ചിട്ട് വന്നാൽ മതി പറഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഇതൊക്കെ ചെയ്യണം എന്നാണ് കേട്ടോ ഞങ്ങൾ ആഗ്രഹം. പക്ഷേ എല്ലാം നമുക്ക് വിളിച്ചൊന്നും വെക്കാൻ പറ്റില്ല, കാരണം നമുക്കിവിടെ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അമ്മേനെ ഞങ്ങൾ കാണിക്കാതെയാണ് കേട്ടോ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത്. സോ ഗിഫ്റ്റൊന്നും എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലേ. അപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം ഞങ്ങൾ കുറച്ചധികം ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും തന്നെ അമ്മ കണ്ടിട്ടുണ്ടായില്ല. പിന്നെ ഈ ഡെക്കറേറ്റ് ചെയ്തതൊന്നും അമ്മ കണ്ടിട്ടില്ല. അമ്മ കിടന്ന് അത്യാവശ്യം ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അവനൊക്കെ റെഡിയായി. അച്ചു കേക്കുമായിട്ട് വന്നു. പിന്നെ അച്ചു കൂടെ കൂടിയിട്ട് ഞങ്ങൾ എല്ലാം പെട്ടെന്ന് സെറ്റാക്കി. ഇനി അമ്മേനെ വിളിക്കുകയാണേ. അമ്മേ, റൂമൊക്കെ അടച്ചിട്ടപ്പോൾ എന്തോ ഞങ്ങളിവിടെ ഒപ്പിക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും എന്താണെന്ന് ഒരു ഐഡിയ അമ്മയ്ക്ക് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സർപ്രൈസായേ. അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം. കേക്ക് ഇഷ്ടമായോ? അമ്മയെക്കാളും എക്സൈറ്റ്മെൻറ്റ് അല്ലൂസിനായിരുന്നു. അവൻ്റെ ബഹളം കാരണം വേഗം കേക്ക് കട്ട് ചെയ്യാണ്. അച്ചു സ്കെച്ചേഴ്സിൻ്റെ ഒരു ഷൂസും പിന്നെ ഒരു ബാഗുമാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത്. പിന്നെ ഡ്രസ്സും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നേ. എൻ്റെതൊക്കെ ഇതാ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഇവിടെ. എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അമ്മ ഒന്നും നേരെ ഇതിൽ വീഡിയോയിൽ കാണിച്ചൊന്നും തരുന്നില്ല കേട്ടോ. അതുകൊണ്ട് എന്താ പ്രോഡക്റ്റുകളിലെ സാധനങ്ങളെന്ന് ഞാൻ മുകളിൽ പിക്ചർ കൊടുക്കാവേ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, അല്ലെങ്കിൽ അമ്മ മുന്നേ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കൂടെ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ. പിന്നെ ഞാൻ ഇങ്ങനെ ഏജിൻ്റെ അത്രയും കൊടുക്കാൻ വിചാരിച്ചു. പിന്നെയും വാങ്ങി വന്നപ്പം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 70 കൂടുതൽ ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ. കുട്ടി സാധനങ്ങളൊക്കെയാണ്, എന്നാലും എല്ലാം അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊന്ന് അമ്മയ്ക്ക് ആ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. അത്രേ എനിക്ക് വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, അതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ ഉള്ളത്.
കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും ഇത്, കാരണം അത്രയ്ക്ക് സാധനങ്ങൾ ഓപ്പൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ കുറേയൊക്കെ 2x ഇട്ടിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഗെയിമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ട്രഷർ ഹണ്ട് പോലെ വെക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ഈ ഒരു നൈറ്റായിട്ട് ഇനി അതിനൊന്നും പറ്റുന്നുണ്ടാവില്ല, ഉറക്കമൊക്കെ ഉള്ള ആ ഒരു ടൈമല്ലേ, ടാബ്ലറ്റൊക്കെ കഴിച്ച് കിടക്കുന്നതല്ലേ വിചാരിച്ചിട്ട് പിന്നെ അതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ തുറക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. അല്ലു ആകെ ബഹളത്തിലും പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വേഗം വേഗം ഓപ്പൺ ചെയ്ത് പോവായിരുന്നേ. അമ്മയുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ പാത്രങ്ങൾ അല്ലെങ്കിൽ കിച്ചൺ ഐറ്റംസ്, പെർഫ്യൂംസ് ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെയാണ് കൂടുതലും വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അമ്മ കുറേ നാളുകൊണ്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷൂ ആയിരുന്നു കേട്ടോ അത്. അച്ചു മേടിച്ചു കൊടുത്തത്. പോയി നോക്കും, വില കൂടുതലാണെന്ന് പറഞ്ഞ് തിരിച്ചു പോരും, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണേ. അതുകൊണ്ട് അച്ചു അത് വാങ്ങിക്കൊടുത്തത് കേട്ടോ. പിന്നെ ബാഗും അമ്മയ്ക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെറുതായിട്ടൊരു ക്രേസൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ബാഗും മേടിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ വളരെ കഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഒളിച്ച് വെക്കാൻ. കാരണം ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട് വരുമ്പോൾ അമ്മ കാണാതെ എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കുക, പൊതിഞ്ഞ് വെക്കുക, അതൊക്കെ കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് എനിക്കിതൊന്നും പറയാണ്ടിരിക്കാൻ കഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ നേരെ അമ്മയോട് പോയി പറയും. അപ്പോൾ ഇതിങ്ങനെ പറയാണ്ട് ഒരു മാസത്തോളം വെച്ചിരുന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഏട്ടനോടും പിന്നെ അച്ഛനോടും ഒക്കെ ഇങ്ങനെ പറയുമായിരുന്നേ. അത് ഡ്രസ്സ് അല്ലെങ്കിൽ ബാഗ്, ചെരുപ്പ് ഇതൊക്കെ മേടിക്കണമെങ്കിൽ അമ്മ ഭയങ്കര ചൂസിയാണ്. എനിക്കാണെങ്കിൽ ഒട്ടും സെലക്ഷൻ ഇല്ലയെന്നാണ് അമ്മ എപ്പോഴും പറയുക. എനിക്ക് പോലും ഇപ്പോഴും അമ്മയാണേ സെലക്ട് ചെയ്ത് തരാം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ ബാഗ്, ചെരുപ്പൊക്കെ മേടിക്കാൻ എനിക്ക് അത്ര ധൈര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ തന്നെ നോക്കി അമ്മയ്ക്ക് വളരെ മൈൽഡായിട്ടുള്ളതേ പറ്റുള്ളൂ, മൈഗ്രെയിനൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് കേട്ടോ എല്ലാം കണ്ടുപിടിച്ചത്. തൂക്കിയിട്ട് കൈ തുടങ്ങുന്നത് ക്വാളിറ്റി ഉണ്ടാടി, തുറന്നിട്ടേ ഇല്ല ഞാൻ അടുക്കളയ്ക്ക്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ തുറന്ന് അതിൻ്റെ പറ്റിയിട്ട് ഇങ്ങനെ റിവ്യൂ പറയാനും കാര്യങ്ങളൊക്കെ. അമ്മയും ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് തുറക്കാൻ തുടങ്ങി കേട്ടോ, എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓർത്ത് വെച്ച് ഞാൻ ഇതൊക്കെ വാങ്ങിക്കുമെന്ന് അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര സർപ്രൈസും ആയിട്ടോ അമ്മ. അപ്പം നമുക്കും അത്രേ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ എല്ലാം തുറന്ന് നോക്കി ഇതെല്ലാം ഇവിടെ എടുത്ത് വെച്ചേക്കാണ്. അമ്മയ്ക്ക് എല്ലാം ഇഷ്ടമായി. അത് കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതൊക്കെ പെറുക്കി വെച്ചിട്ട് പോയി കിടന്നുറങ്ങി കേട്ടോ. പിറ്റേന്ന് നല്ല കിട്ടുന്ന ഈ ബോൾസൊക്കെ പൊളിച്ചും കളഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ.